ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. നമ്മൾ സാധാരണ എപ്പോഴാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്? നമുക്ക് അത്രയും അത്യാവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് അതിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് എടുത്ത് പരീക്ഷിച്ച് നോക്കും. വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിധി എഴുതും. പിന്നെ നമ്മൾ അതിനോടുള്ള വിശ്വാസം പോയിട്ട് ആ വഴിക്ക് പോവുകയില്ല. ശരിയല്ലേ? ശരിക്കും ആ സമയത്ത് എന്താണ് നടക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസോടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുന്നത്. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. നമ്മൾ ലോവർ എനർജി വൈബ്രേഷനിലും ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എത്രയൊക്കെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താലും ആ കാര്യം നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചില ആൾക്കാർ നടക്കാറുണ്ട്. അങ്ങനെ നടന്ന ആൾക്കാർ ഇതുപോലെ വീണ്ടും സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പോകും. നമ്മൾ പുറമേ നിന്ന് പല പ്രാക്ടീസിലൂടെയും പോസിറ്റീവ് എനർജി കൊടുക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ടെൻഷനും നടക്കുമെന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക. അപ്പോൾ ആ മനസ്സ് എന്ത് ചെയ്യും? ഏത് എനർജി ലെവലിലാണ് നമ്മളുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് തരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ എമർജൻസി സിറ്റുവേഷൻസിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എത്രയൊക്കെ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ആ പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള അത്തരം ചിന്തകളായിരിക്കും എനർജി കൂടുതലുണ്ടാവുക. അപ്പോൾ അത് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്ത് റിസൾട്ട് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇല്ലാത്തവർക്ക് റിസൾട്ട് കിട്ടാത്തത്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറ്റിക്കൊണ്ട് നമ്മളിൽ പോസിറ്റീവായ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ലഭിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി മാനിഫെസ്റ്റിംഗ്.